ജാസ്മിൻ ഗബ്രി വിഷയത്തെക്കുറിച്ച് സിജോയും അർജുനും ഇരുന്ന് ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ സിജോ പുറത്തെ കാര്യങ്ങൾ അർജുന്റെ അടുത്ത് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു. അർജുന് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. സിജോ പുറത്തുപോയി വന്ന മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ സിജോയ്ക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം. സിജോ ചോദിച്ച ചോദ്യങ്ങൾ ഇതാണ്. ഇവിടെ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റഡ് ആണ് എന്ന്. അപ്പൊ പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അർജുനെ നീ പറ, ഇവിടെ ഈ വക കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ആ വ്യക്തിക്ക് ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നാണ് അർജുൻ്റെ അടുത്ത് ചോദിച്ചത്. അർജുൻ എടുത്ത വഴിക്ക് പറഞ്ഞു, അയ്യോ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, ഭയങ്കര വിഷമാവും, സങ്കടാവും, ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും, അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ അർജുൻ അവിടെ മറുപടി കൊടുത്തു. അത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം എന്ന് പറയുന്നത്. ഇവർക്ക് തമ്മിൽ ഫ്രണ്ട്സ് ആണോ, ലവേഴ്സ് ആണോ, പ്രണയമാണോ എന്നൊന്നും ഇവർക്ക് തന്നെ പറയാൻ കഴിയുന്നില്ല. ഇവർ തന്നെ അതിനുള്ള ഉത്തരവും തരുന്നില്ല. അപ്പോൾ ഇവൾക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുന്ന ആ വ്യക്തിക്ക് എന്താണ് തോന്നേണ്ടത്, ആ വ്യക്തിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളതാണ് അർജുൻ്റെ അടുത്ത് സിജോ ചോദിക്കുന്ന ചോദ്യം. ഇത് എന്തൊക്കെയാണ് പുറത്ത് നടന്നത് എന്നുള്ളത് സിജോയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അവിടെ അർജുൻ്റെ അടുത്ത് അതിനുള്ള ഒരു തിരി കൊളുത്തിയിട്ടതാണ് ഇവർക്കെതിരെ. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ഞാൻ അവരെ മൈൻഡ് ചെയ്യാറേ ഇല്ല, അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഇടപെടാറേ ഇല്ല എന്ന് അർജുൻ പറയാറുണ്ട്. അർജുൻ സത്യത്തിൽ ഒരു വിഷയത്തിലും ഇടപെടുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സിജോ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് രണ്ടു പേർക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യമേ അവിടെയുള്ളൂ. ഒരൊറ്റ കാര്യം, ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ഉറപ്പിച്ച് പറയുക. ഉറപ്പിച്ച് പ്രണയത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകരെല്ലാവരും അവരുടെ കൂടെ നിൽക്കും. അങ്ങനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ പ്രണയത്തിലാണ്, ഞങ്ങൾ പ്രണയിക്കുന്നു, ഞങ്ങൾ ഇഷ്ടത്തിലാണ്, പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോയി. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവാണ്, ഞങ്ങൾ പ്രണയത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം പോയി. പിന്നെ അവർക്ക് അവരുടേതായ ജീവിതം. എത്ര പേര് അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയുമോ അർജുനെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു സിജോ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചിന്തിച്ചത്. ഇവിടെ സിജോ വന്നതിന് ശേഷമാണ് ഇവിടെ ജാസ്മിൻ ഇവിടെ പ്രണയത്തെക്കുറിച്ച് പറയാനായിട്ട് ആരംഭിച്ചത്. അത് ഗബ്രി തന്നെ പറയുന്നുണ്ടായിരുന്നു, സിജോ വന്നപ്പോഴേലും നിനക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായതെന്ന് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗബ്രിയും. അപ്പോൾ ഈ ഒരു വാചകം സിജോ അവിടെ പറഞ്ഞു എന്നല്ലേ അർത്ഥം? ആരുടെ അടുത്ത്? ജാസ്മിന്റെ അടുത്ത്. അതിനുശേഷമല്ലേ ഇപ്പോൾ ജാസ്മിൻ ഈ നാടകം തുടങ്ങിയത്, എനിക്ക് നിന്നോട് ഒടുക്കത്തെ പ്രണയമാണ് എന്നൊരു നാടകം തുടങ്ങിയത്. ഗബ്രിയിൽ നിന്ന് തിരിച്ച് ആ ഒരു റിപ്ലൈക്കായി കാത്തിരിക്കുന്നത്. അങ്ങനെ പ്രണയത്തിലാണ് എന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് മുഴുവൻ പോവുമെന്നും അവർക്കവിടെ ഓക്കെ ആയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും സിജോയുടെ വാചകത്തിൽ നിന്നും ജാസ്മിൻ മനസ്സിലാക്കി എന്നല്ല അതിനർത്ഥം. അത് വളരെ വ്യക്തമായിട്ട് സിജോ അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്, ജാസ്മിൻ സിജോയുടെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു, ഈ ടോപ്പിക്ക് സംസാരിച്ചിരുന്നു. സിജോ അവിടെ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഗബ്രിയുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഈ ക്ലാരിഫിക്കേഷനൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നെല്ലാം. അതിനുള്ള തെളിവാണ് നമുക്കിന്ന് കിട്ടിയത് അർജുൻ സിജോ സംസാരത്തിൽ നിന്ന്. അപ്പോൾ സിജോ പറഞ്ഞതനുസരിച്ച് അതിൽ നിന്ന് കിട്ടിയ ഒരു ക്ലൂ അനുസരിച്ചുള്ള നാടകങ്ങളാണ് ഇപ്പോൾ അവിടെ ജാസ്മിൻ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.